ചങ്ങായിമാരെ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കുഴൽമന്ദം ചന്തയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒരു ചന്തയാണ് കുഴൽമന്ദം ചന്ത. കുഴൽമന്ദം ചന്ത പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ കുഴൽമന്ദം പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ടാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ കന്നുകാലികൾ വന്നു തുടങ്ങും. ശനിയാഴ്ച പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി 2:30 വരെയൊക്കെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്ന വലിയൊരു ചന്തയാണ് കുഴൽമന്ദം ചന്ത. കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൂടുതലും നാടൻ കന്നുകാലികൾ, അവിടുത്തെ തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലെ നാടൻ ബ്രീഡ് കന്നുകാലികൾ, ഒറിജിനൽ ബ്രീഡൊക്കെ കൂടുതൽ കന്നുകാലികൾ വരുന്ന ഒരു നാടൻ ചന്തയാണ് കുഴൽമന്ദം ചന്ത. ഒരുപാട് കർഷകർ നേരിട്ട് കച്ചവടത്തിനായി എത്തുന്ന ഒരു ചന്ത കൂടിയാണ് കുഴൽമന്ദം ചന്ത. ഒരുപാട് പല ബ്രീഡപ്പെട്ടിട്ടുള്ള കന്നുകാലികൾ, കാളകളും മൂരികളും പശുക്കളൊക്കെ ആയിട്ട് ഒരുപാട് ബ്രീഡപ്പെട്ടിട്ടുള്ള കന്നുകാലികളും വലിയ വലിയ പോത്തുകൾ, വളർത്ത് പോത്തിൻകുട്ടികളൊക്കെ വരുന്ന ഒരു കിടിലൻ ചന്തയാണ് കുഴൽമന്ദം ചന്ത. ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുള്ള കന്നുകാലികളെയും അതിന്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഈ ആഴ്ചയിൽ ഒരുപാട് കറവയുള്ള, വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പശുക്കൾ വന്നിട്ടുണ്ട്. കറവയുള്ള പശുക്കളും ഇതേപോലെ തള്ളപ്പശു കുട്ടിയുമാണെങ്കിൽ അങ്ങനെ പശു മാത്രം വേണ്ടവർക്ക് അങ്ങനെ പല ബ്രീഡപ്പെട്ടിട്ടുള്ള പശുക്കളും കുട്ടികളൊക്കെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന പശുവിനും കുട്ടിക്കും കൂടി അവർ ചോദിച്ച വില 48-50 ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. രണ്ടിനും കൂടി 48-50 ആ റേഞ്ച് ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് പറയുന്നത്. ബാർഗൈൻ ചെയ്താൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ചന്തയിൽ കച്ചവടക്കാർ പറയുന്ന വിലകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാങ്കേയത്തിന്റെ ബ്രീഡ് അല്ലെങ്കിൽ ജല്ലിക്കെട്ട് ബ്രീഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കാളയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്. ആ കാളക്കൊക്കെ ചന്തയിൽ 80 രൂപ 75 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ പോത്തിന് കുട്ടികൾ ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. തമിഴ്നാടൻ കുട്ടികൾ, ആന്ധ്ര കുട്ടികൾ, മുറ ക്രോസ് ബ്രീഡൊക്കെ ആയിട്ടുള്ള കിടിലം പോത്തിൻകുട്ടികൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം 7 മാസം മുതൽ 1 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് കെട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് ആന്ധ്ര കാളകളെ കെട്ടിയിട്ടുണ്ട്. ഇറച്ചി ആവശ്യത്തിന് പോകുന്ന വലിയ കാളകളാണ്. ഇതേപോലെയുള്ള കാളകളും ഇഷ്ടം പോലെ ഇന്ന് ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്ന കാളകളൊക്കെ ഏകദേശം 80,000 75,000 രൂപ മുതൽ 1,10,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാളകളുണ്ട്. ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കാളകളാണ്. ഓരോന്നിന്റെ വലിപ്പത്തിനും ഓരോന്നിന്റെ മീറ്റിന്റെ അളവിനൊക്കെ അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇതേപോലെയുള്ള ഇറച്ചിക്കന്നുകളെ നിരത്തി കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഏകദേശം ഒരു 100 കിലോ 120 കിലോ മുതൽ 300 കിലോ വരെയൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ വലിയ കാളകളാണ്. ഏകദേശം 110 120 വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കന്നുകൾ. ഓരോന്നിന്റെ വിലകൾ പറയണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനെ സെപ്പറേറ്റ് കാണിച്ചാലാണ് നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ വിലകൾ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു മേനി വില ഏകദേശം പറയുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. നല്ല കറവയുള്ള പശുക്കൾ ഈ ഭാഗത്തേക്ക് കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 4 ലിറ്റർ 5 ലിറ്റർ ഒക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള വീട്ടാവശ്യത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പശുക്കളാണ്. ഫാമുകളിൽ നിന്നോ അല്ലെങ്കിൽ കർഷകർ കൂടുതൽ പാല് കിട്ടാത്തതുകൊണ്ട് ഒഴിവാക്കുന്ന പശുക്കളൊക്കെ ഈ കൂട്ടത്തിലുണ്ടാകും. ചെറിയ തോതിൽ കറവയുള്ള വീട്ടാവശ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള പശുക്കളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ പശുക്കൾ കറവയുള്ള പശുക്കളും ഉണ്ടാകും, ചെന പിടിക്കാരായ പശുക്കളുണ്ടാവും, ചെന പശുക്കളൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. ഈ കാണുന്ന നമ്മളിപ്പോൾ കാണിച്ച പശുക്കളൊക്കെ ഏകദേശം 35,000 രൂപ മുതൽ 60,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളാണ്. ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ കറവ പശുക്കൾ വന്നിട്ടുണ്ട്. കറവ പറ്റിയ ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പശുക്കളും ഈ ആഴ്ചയിൽ വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഇറച്ചി ആവശ്യത്തിന് പറ്റുന്ന പശുക്കളും ഉണ്ട്, കറവയുള്ള പശുക്കളും ഉണ്ട്. ഇവിടെ ഒരു കുട്ടിനെ മാറ്റി കെട്ടിയിട്ടില്ല, മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഏതോ ഒരു പശുവിൻ്റെ കുട്ടിയാണ്. ഈ പശുക്കളെല്ലാം കറവയുള്ളത് എന്ന് നമ്മൾ പറയുന്നില്ല. ചിലതൊക്കെ കറവയുള്ളതാണ്, ചിലത് കറവ പറ്റിയിട്ടുള്ള പശുക്കളുമാണ്. ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പശുക്കളാണ്. ഇവിടെ ആ കൂട്ടത്തിൽ നിന്ന് ഒരു പശുവിനെ മാറ്റിയിട്ട് കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കറന്ന് നോക്കിയിട്ട് അതിനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം പശു
കറവയുള്ളൊരു പശുവാണ്. ഈ കാണുന്ന പശുവിനൊക്കെ 48, 50, 55 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. കച്ചവടക്കാരോട് ഒരു വില, പാർട്ടിക്കാരോട് വേറൊരു വില, വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ വേറൊരു വില, അങ്ങനെയൊക്കെയാണ് ചന്തയിൽ പറയുക. ആളും തരം നോക്കിയിട്ട് കച്ചവടം ചെയ്യും ആളുകൾ. നമുക്ക് നമ്മുടെ മിടുക്കിന് അനുസരിച്ചിട്ട് ബാർഗെയിൻ ചെയ്തിട്ടും അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് മേടിക്കണം. നമ്മൾ എങ്ങനെയാണോ കച്ചവടം ചെയ്യുന്നത്, എങ്ങനെയാണോ ബാർഗെയിൻ ചെയ്യുന്നത്, അതേപോലെ ഇരിക്കും ചന്തയിലെ നിലവാരം. ചന്തയിൽ അവർ പറയുന്ന വില കേട്ടിട്ട് വില കൂടുതലാണ് എന്ന് ആരും വിലയിരുത്തരുത്. നമ്മൾ എങ്ങനെയാണ് മേടിക്കുന്നത് വെച്ചാൽ അതുപോലെ ഇരിക്കും ചന്തയിലെ നിലവാരം. ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 40 രൂപ മുതൽ 50 രൂപ വരെയൊക്കെ, 50-55 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളാണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കാളക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഒരുപാട് കാളക്കുട്ടികളും ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. പല ബ്രീഡപ്പെട്ടിട്ടുള്ള പല വലുപ്പത്തിനുള്ള കാളക്കുട്ടികളുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന കാളക്കുട്ടികളൊക്കെ ഏകദേശം 18,000 രൂപ മുതൽ 27,000 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളക്കുട്ടികളാണ്. കാങ്കയം ബ്രീഡ് ഉണ്ട്, കാങ്ക്രേജ് ഉണ്ട്, ഓങ്കോൾ ക്രോസ് ഉണ്ട്, ഗിയർ ക്രോസ് ഉണ്ട്. അങ്ങനെ ഒറിജിനൽ ബ്രീഡും ക്രോസ് ബ്രീഡും ഒക്കെ ആയിട്ട് ഒരുപാട് വളർത്ത് കാളക്കുട്ടികളും ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം കാളക്കുട്ടികളല്ല, കൂട്ടത്തിൽ 1-2 പശുക്കുട്ടികളാണ്, എങ്കിലും കൂടുതലും കാളക്കുട്ടികളാണ് വന്നിട്ടുള്ളത്. അതേപോലെ 2 ഓങ്കോളിന്റെ ബ്രീഡപ്പെട്ടിട്ടുള്ള അടിപൊളി കുട്ടികളെ അതപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോകണം. അത്യാവശ്യം വലുപ്പത്തിനുള്ള കുട്ടികളാണ്. ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന ഒരെണ്ണം 1 വയസ്സിന്റെ മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കാളക്കുട്ടിയാണ്. അതിന്റെ കൂട്ടത്തിലുള്ള ബാക്കി കന്നുകളെയൊക്കെ അവർ അഴിച്ച് കെട്ടുന്നതേ ഉള്ളൂ. ഫുൾ അഴിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഈ ആഴ്ചയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ പോത്തിൻകുട്ടികൾ വന്നിട്ടുണ്ട്. പോത്തിൻകുട്ടികൾ ആന്ധ്ര കുട്ടികളുണ്ട്, ഹരിയാന കുട്ടികളുണ്ട്, തമിഴ്നാടൻ കുട്ടികളുണ്ട്. കൂടുതലും ആന്ധ്ര കുട്ടികളാണ്. ആന്ധ്ര മുറ ക്രോസ് ബ്രീഡ് പെട്ടുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നമുക്ക് കൊമ്പുന്നലൊക്കെ വൃത്തിയുള്ള ചുരുണ്ട കൊമ്പുള്ള ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെ നോക്കിയിട്ട് ക്വാളിറ്റി ഉള്ളതിനെ ഈ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാം. എല്ലാം വളരുന്ന കുട്ടികൾ തന്നെയാണ്, എങ്കിലും ചിലത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടികളൊക്കെ ഉണ്ട്. ഈ ലൈനിൽ ഇതാ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയൊക്കെ ഒരു രക്ഷയില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഏകദേശം ഒരു 1.5 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കും. ഈ ലൈനിൽ കാണുന്ന പോത്തുകൾ ചെറുതും വലുതൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ അവർ ചോദിക്കുന്ന വില 45,000 രൂപ മുതൽ 60-65 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ കാണുന്നത് ഏകദേശം 1 വയസ്സ് മുതൽ 1.5 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികൾ തന്നെയാണ്. ഈ കാണുന്ന പോത്തിൻകുട്ടികളും ഏകദേശം 40 രൂപ മുതൽ 60 രൂപ വരെ 65 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. ചിലതൊക്കെ ചെറുതാണ്, അതൊക്കെ ഒരു 35-37 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ബാർഗെയിൻ ചെയ്താൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ചന്തയിൽ അവരുടെ വില പറയും, നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കണം. കൂട്ടത്തിൽ കൂടുതലും ആന്ധ്ര കുട്ടികളാണുള്ളത്. ഇടയിലൊക്കെ തമിഴ്നാടൻ കുട്ടികളുണ്ട്, ചിലതൊക്കെ ഹരിയാന ക്രോസ് കുട്ടികളുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് 1-2 ആഴ്ചകളിൽ വളർത്തുകുട്ടികൾ വളരെ കുറവാണ് ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്നുള്ള കന്നുകാലികളുടെ വരവ് കുറഞ്ഞതുകൊണ്ടാണ്, കന്നുകാലികൾ കിട്ടാത്തത് കൊണ്ടൊക്കെയാണ് വരാത്തത് എന്നാണ് കച്ചവടക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇഷ്ടം പോലെ കന്നുകാലികൾ വരുന്നുണ്ട്. കാളക്കുട്ടികളാണെങ്കിലും ഇതുപോലുള്ള പോത്തിൻകുട്ടികളാണെങ്കിലൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ ചന്തയിലേക്ക് വരുന്നുണ്ട്. പെരുന്നാളിന് വിറ്റൊഴിവാക്കിയ ആളുകളൊക്കെ കന്നുകാലികളൊക്കെ തെരഞ്ഞിട്ട് വളർത്തുകുട്ടികളെയൊക്കെ മേടിക്കാനായിട്ട് ചന്തയിലേക്ക് വരുന്നൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ വലിയ കന്നുകാലികളെ കൊണ്ടുവരുന്ന, ഇറച്ചി ആവശ്യത്തിന് കന്നുകാലികളെ കൊണ്ടുവരുന്ന ആളുകളടക്കം ഇപ്പോൾ വളർത്തുകുട്ടികളെ കൊണ്ടാണ് ചന്തയിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഇറച്ചി കന്നുകളെയാണ് കെട്ടിയിട്ടുള്ളത്. പട്ടിക്കന്നുകൾ അല്ലെങ്കിൽ നാനോ കന്നുകൾ എന്നൊക്കെ ചന്തയിൽ പറയുന്ന രീതിയിലുള്ള ഇറച്ചി ആവശ്യത്തിന് മാത്രം പോകുന്ന രീതിയിലുള്ള കന്നുകളാണ്. അത് നമ്മൾ നേരത്തെ കാണിച്ച കന്നുകളൊക്കെ ഏകദേശം 45,000 രൂപ മുതൽ 70,000-75,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളകളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഇതിലും കൂടുതലും ആന്ധ്ര കുട്ടികൾ തന്നെയാണ്. ചിലതൊക്കെ ഹരിയാന ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള കുട്ടികളുണ്ട്. നല്ല ചെറിയ ചുരുണ്ട കൊമ്പുള്ള, നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള, കൊമ്പും നിലയൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം 1 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ചന്തയിൽ 38,000 രൂപ മുതൽ 46,000 രൂപ വരെയാണ് വില ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടുപുറത്തായിട്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം 7 മാസം മുതൽ 10 മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത്. ഈ കാണുന്ന കുട്ടികളും ചിലതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട്. ഈ കാണിച്ച കുട്ടികൾക്കൊക്കെ ചോദിക്കുന്ന വില 28,000 രൂപ മുതൽ 34,000 രൂപ വരെയാണ്. അതേപോലെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ചുകൂടി ചെറിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മാസം മുതൽ 7 മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്.
വളരെ ചെറിയ കുട്ടികളാണ്. ഇന്ന് ചന്തയിൽ വന്നതിൽ വെച്ച് ഏറ്റവും വളരെ ചെറിയ കുട്ടികളാണ് ഇതായി കാണുന്നത്. ഈ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം അവർ ചോദിക്കുന്ന വില 17,000 രൂപ മുതൽ 21,000 രൂപ 22,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ അവർ വില ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്യാം. ബാർഗെയിൻ ചെയ്താൽ ഏകദേശം ഒരു 15-16 ആ റേഞ്ചിൽ തന്നെ കിട്ടുള്ളൂ. അതിൻ്റെ താഴെയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ചന്തയിൽ അത്യാവശ്യം വിലയുള്ളൊരു സമയമാണ്. ഇനി കന്നുകാലികൾ കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ കിട്ടിയ വിലക്ക് ഒഴിവാക്കുന്നവരൊക്കെ അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടി അത്രേ ഉള്ളൂ. രാവിലെ നേരത്തെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ വില പറയുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നത് രാവിലെ നേരത്തെ 6:30-7 മണിക്കൊക്കെയാണ്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും നല്ല കുട്ടികളെയൊക്കെ തെരവ് വേണ്ട ആളുകൾ മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവും. ഇവിടെ ഈ ഭാഗത്ത് കുറച്ചുകൂടി വലിയ കുട്ടികൾ ഏകദേശം ഒരു 10 മാസം 1 വയസ്സ് ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. അതേപോലെ തന്നെ ഈ ലൈനിൽ കാണുന്നതും ഏകദേശം ഒരു 10 മാസം 1 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പോത്തിൻകുട്ടികൾ ഇന്ന് ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ചന്തയിൽ വന്നതിൽ ഏറ്റവും ചെറിയ വില പറഞ്ഞാൽ ഏകദേശം ഒരു 17-18 രൂപ മുതൽ 1.5 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള 1.5-2 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്താൻ പറ്റിയ കുട്ടികളൊക്കെ ഏകദേശം ഒരു 60-65 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഏകദേശം 17 രൂപ മുതൽ 65 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇന്ന് ചന്തയിൽ വന്നിട്ടുള്ള പോത്തിൻകുട്ടികൾ. ഈ ഭാഗത്തൊക്കെ ധാരാളമായിട്ട് പോത്തിൻകുട്ടികളുണ്ട്. പോത്തിൻകുട്ടികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ പോത്തിൻകുട്ടികളെയും ഒന്നും കാണിച്ചിട്ടില്ല. നമ്മൾ തിരഞ്ഞെടുത്ത പോത്തിൻകുട്ടികളെ മാത്രമാണ് നമ്മൾ ഇന്നും കാണിച്ചിട്ടുള്ളൂ. എല്ലാത്തിനും കാണിക്കുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ ഒരുപാട് ദൈർഘ്യം കൂടും. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കന്നുകാലികളൊക്കെ ഏകദേശം ഒരു 7 മാസം മുതൽ 10 മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഏകദേശം ഒരു 27 രൂപ മുതൽ 35 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നിരത്തി കെട്ടിയിട്ടുണ്ട്. ഇതിലും ചെറുതും വലുതൊക്കെ ഇഷ്ടംപോലെ പോത്തുകളുണ്ട്. പോത്തുകൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. പോത്തുകൾ എന്നല്ല, വളർത്തുകുട്ടികൾ, പോത്തിൻകുട്ടികളാണെങ്കിലും കാളക്കുട്ടികളാണെങ്കിലൊക്കെ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ആഴ്ചയിലെ തെരഞ്ഞെടുത്ത കന്നുകാലികളെ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെ ആയാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ക്രമീകരിക്കാൻ കഴിയും. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ കൂടെ കൂടുക. ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.